ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ ആഴ്ചയിലെ ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ ഇതിൽ ഒരു നല്ലൊരു മീൻ കറിയുടെ റെസിപ്പിയും പിന്നെ കേർട്ടൻ ക്ലീനിങ്ങും അതുപോലെ നമ്മൾ ലുലുവിൽ ഷോപ്പിങ്ങിന് പോയ കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനൊക്കെ മുന്നേ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഇതുവരെ പറഞ്ഞില്ല. അപ്പോൾ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഒത്തിരി സന്തോഷം എല്ലാവർക്കും, വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും മറ്റെല്ലാ കൂട്ടുകാർക്കും എൻ്റെ ബിഗ് താങ്ക്സ്. അപ്പോൾ തുടർന്നും ഈ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ റെഗുലറായിട്ട് കാണാം കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ സ്ഥിരം വ്യൂവറായ ഏഞ്ചല എന്ന് പറയുന്നൊരു മോളുണ്ട്. 9th കുട്ടി പഠിക്കുന്നത്. അപ്പോൾ അവൾ സ്ഥിരമായി വീഡിയോ കാണാറുണ്ടെന്നും പിന്നെ അതുപോലെ ക്ലീനിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ടെന്നും പറഞ്ഞ് കമൻറ്റ് ചെയ്തിരുന്നു. അതുപോലെ നെക്സ്റ്റ് വീഡിയോയിൽ ഒരു ഹായ് പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഏഞ്ചല കുട്ടിക്ക് ഒരു ബിഗ് ഹായ്. അതുപോലെ ബിലേറ്റഡ് വിഷു ആശംസകൾ. പിന്നെ അമ്മയ്ക്കും, അവൾ അമ്മയുടെ കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ അമ്മയ്ക്കും എല്ലാം എൻ്റെ അന്വേഷണം അറിയിക്കുക. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പുട്ട്, പഴം, ആസ് യൂഷ്വൽ ഓട്സ് പുട്ട് എല്ലാം ഉണ്ട് കേട്ടോ. അതുപോലെ ചായ ഇവിടെ റെഡിയാവുന്നുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ചായയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, നമ്മൾ പണ്ട് മൂന്നാറിൽ കുറേ തരം ചായകൾ വാങ്ങിയിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വാങ്ങിയിരുന്നതായിരുന്നു ഐസ് ടീ. അപ്പോൾ അന്ന് ഐസ് ടീ കാണിച്ചപ്പോൾ എല്ലാവരും ചോദിച്ചിരുന്നു, ഒന്ന് ഐസ് ടീ ഉണ്ടാക്കുന്നത് കാണിക്കാമോ, അതുപോലെ എങ്ങനെയുണ്ടായിരുന്നു ഐസ് ടീ. അപ്പോൾ ഞാനത് പറയാൻ വിട്ടുപോയി. അപ്പോൾ ഐസ് ടീ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഒരു തരം ചവർപ്പോ അങ്ങനെയുള്ളൊരു ടേസ്റ്റായിരുന്നു. ഇനി അത് ഞാൻ ഉണ്ടാക്കിയ പ്രിപ്പറേഷൻ്റെ കുഴപ്പമാണോ എന്നറിയില്ല. ഞാൻ പിന്നീട് ഒരു വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ ശരിക്കും ഐസ് പ്യുവർ ഐസ് ക്യൂബ്സൊക്കെ ഇട്ടിട്ടാണ് ഐസ് ടീ ഉണ്ടാക്കുന്നത്. ഞാൻ ആ രീതിയിലൊന്നും അല്ല ചെയ്തത്. നന്നായിട്ട് തണുത്ത് ഇത് കലക്കിയെടുക്കുമായിരുന്നു. അപ്പം എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല കേട്ടോ. വേഗം തന്നെ ലഞ്ചിൻ്റെ കാര്യങ്ങളിലോട്ട് കടക്കുകയാണ്. അപ്പോൾ ഇന്നൊരു മീൻകറിയാണ്. ചാള മീനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പറമ്പിൽ നിന്ന് മൂവാണ്ട മാങ്ങ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ മാങ്ങ ഇട്ടിട്ട് ചാളക്കറി ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ പ്ലാൻ. അപ്പോൾ അതിനുള്ള സംഭവങ്ങളെല്ലാം തന്നെ റെഡിയാക്കി വെക്കുകയാണ്. ആദ്യമേ മാങ്ങയൊക്കെ അരിഞ്ഞ് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ ഫുൾ റെസിപ്പി കാണിക്കുന്നില്ല കേട്ടോ. സാധാരണ മീൻകറി ഉണ്ടാക്കുന്ന പോലെ തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ചിട്ട് അപ്പോൾ അതിനകത്ത് കുറച്ച് മാങ്ങയും കൂടി ഇട്ടിട്ട് കറി വെക്കുന്നു, അത്രേ ഉള്ളൂ. ഞാൻ കറികളൊക്കെ തയ്യാറാക്കുമ്പോൾ മിക്കവാറും എല്ലാ ഇൻഗ്രീഡിയൻസും ഫുൾ റെഡിയാക്കി വെച്ചിട്ടാണ് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാറ്. അത് കുക്കിംഗ് പെട്ടെന്ന് തീർക്കാനും നല്ല എഫിഷ്യൻ്റായി നല്ല രീതിയിൽ കറി ഉണ്ടാക്കാനും ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പണ്ട് അങ്ങനെയല്ലായിരുന്നു. പിന്നീടാണ് എല്ലാ സാധനങ്ങളും എടുത്ത് റെഡിയാക്കി വെച്ചതിന് ശേഷം കുക്കിംഗ് ചെയ്യാന്നുള്ളൊരു കാര്യത്തിലോട്ട് ഞാൻ വന്നത്. മീനിൽ ചേർക്കാനുള്ള അരപ്പില്ലേ, മുളകും മഞ്ഞളും കൂടിയുള്ള ആ മിക്സ്, അത് ഞാൻ ആദ്യമേ ഒരു പാത്രത്തിൽ എടുത്തതിന് ശേഷം അതിനകത്ത് ചില സമയത്ത് വെളിച്ചെണ്ണ ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് വെക്കും. അതല്ലെങ്കിൽ ചൂടുവെള്ളം, നല്ല തിളച്ച വെള്ളം ഒഴിച്ചും നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അരപ്പൊക്കെ ഇട്ട് മാങ്ങ ജസ്റ്റ് ഒന്ന് വേവാൻ വെച്ചേക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം പുളിയും, ഒരു ചെറിയ കഷ്ണം പുളിയിടും. തിളച്ച് വരുമ്പോൾ മീൻ കഷ്ണങ്ങൾ ചേർത്ത് വെന്താൽ നമ്മുടെ കറി റെഡിയായി. അപ്പോൾ മെഴുക്കുവരട്ടിയായിട്ട് നമുക്ക് പീച്ചിങ്ങയാണെന്ന് കിട്ടിയേക്കുന്നത്, അതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ സിങ്കൊക്കെ, പാത്രങ്ങളൊക്കെ കഴിഞ്ഞ് സിങ്കൊക്കെ ക്ലീനായി, അടുക്കളയൊക്കെ ക്ലീൻ ആയിട്ടുണ്ട്. കാര്യം കേർട്ടൻ ക്ലീനിങ് ആണ്. അപ്പോൾ കുറച്ചധികം നാളായി കേർട്ടൻസ് എല്ലാം ക്ലീൻ ചെയ്തിട്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പൊടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ കർട്ടനൊക്കെ മാറ്റി പിന്നെ അവിടെയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ കേർട്ടൻസൊക്കെ മാറ്റിയതിന് ശേഷം കേർട്ടൻ നന്നായി പൊടി കളഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ വാഷിംഗ് മെഷീനിലിട്ട് അലക്കുന്നത്. കണ്ടില്ലേ, അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇത് ബാൽക്കണിയിൽ കൊണ്ടുപോയി ഒന്ന് നന്നായിട്ട് തട്ടിക്കുടഞ്ഞ് അതിൻ്റെ പൊടിയൊക്കെ ഒന്ന് കളയാമെന്ന് വിചാരിച്ചു. അതിനുശേഷം വാഷിംഗ് മെഷീനിലിട്ട് അലക്കിയെടുക്കണം.
ഇനി ഞാൻ ചെയ്യുന്നത് എന്തെങ്കിലും ഒരു പീസ് തുണിയിലെ മുണ്ടിൻ്റെയൊക്കെ അരികു വെച്ചിട്ട് നല്ലൊരു വള്ളി, എന്തെങ്കിലും ഒരു നല്ല രീതിയിലുള്ളൊരു തുണിയുടെ വള്ളി എടുത്തിട്ട് നമ്മൾ ഈ കേർട്ടൻസിൻ്റെ റിങ്ങില്ലേ അതിൽ കൂടെ കോർത്തെടുത്ത് ഈ കേർട്ടൻസ് നന്നായി കെട്ടിയിടുക. അതല്ലെങ്കിൽ വാഷിംഗ് മെഷീനിലിരുന്ന് അടിച്ചിട്ട് അതിൻ്റെ റിങ്സ് ഊരി പോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ വള്ളി വെച്ചിട്ട് കേർട്ടൻസ് നന്നായി കൂട്ടി കെട്ടിയിടുന്നത്. ഇത് ഞാൻ ഒരു യൂട്യൂബ് ചാനലിലാട്ടോ കണ്ടത്. എനിക്കതിന് മുന്നേ അത് അറിയില്ലായിരുന്നു. അപ്പോൾ ഇതുപോലെ എന്നെപ്പോലെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കേർട്ടൻ അലക്കുന്ന സമയത്ത് ഉപകാരപ്പെടുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കേർട്ടൻസ് എല്ലാം വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്, നല്ല രീതിയിൽ ക്ലീൻ ആയിട്ടുണ്ട്. പിന്നെ ചെയ്തത് കുറച്ച് ടോയ്സിൻ്റെ ഡീക്ലട്ടറിങ് ആണ്. ഒരുപാട് ടോയ്സ് കുറേ ഇപ്പോൾ കളിക്കാതെ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ചില സമയത്ത് നമ്മൾ ഈ ലോക്ക്ഡൗൺ പോലെയുള്ള സമയം വരുമ്പോൾ ഈ ടോയ്സ് ഇവർ അന്വേഷിച്ച് വരികയും ചെയ്യും. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് തൽക്കാലം ഫ്ലാറ്റിൽ നിന്ന് മാറ്റിയിട്ട് എൻ്റെ വീട്ടിൽ കുറച്ചുകൂടി സ്റ്റോറേജ് ഉണ്ട്, അപ്പോൾ അവിടെ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ പിന്നെ നമുക്കൊരാവശ്യം വരുമ്പോൾ എടുത്താൽ മതിയല്ലോ. പക്ഷേ അങ്ങനെ ശരിക്കും ചെയ്യരുത്, അത് ശരിക്കും റീഓർഗനൈസിങ് ആണ്. നമ്മൾ യൂസ് ചെയ്യില്ല എന്നുറപ്പുള്ള ടോയ്സ് എന്തായാലും നമ്മളത് കളയുക തന്നെ വേണം. അപ്പോൾ ഇതിൽ കുറച്ച് ടോയ്സ് ഞാൻ അങ്ങനെ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റുന്ന ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട് ബാക്കി ഞാനെടുത്ത് മാറ്റുകയാണ് തൽക്കാലം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് എക്സ്ട്രാ സ്റ്റോറേജ് സ്പേസും കിട്ടും, അതുപോലെ നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള സാധനങ്ങളുടെ എണ്ണം കുറയുകയും ചെയ്യുമല്ലോ. പിന്നെ നമുക്ക് പൊതുവേ ഇങ്ങനെ ഡീക്ലട്ടറിങ് ചെയ്യുമ്പോൾ ഒരു മനസ്സമാധാനമാണ് അല്ലേ. പിന്നെ കുറച്ച് ഒരു ചെറിയ ഷോപ്പിങ്ങിന് വേണ്ടി ലുലുവിൽ പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് വിഷ്വൽസ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഞാൻ വാങ്ങിക്കാൻ ഉദ്ദേശിച്ച പല കാര്യങ്ങളും വാങ്ങിയില്ല, കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ. വാങ്ങിയത് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ക്രാൻബെറീസ് ആണ് കുറച്ച്, ക്ലോറക്സിൻ്റെ വൈപ്സ്, ലുലുവിൻ്റെ ഒരു കറി പൗഡർ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു, തയ്ക്കാനുള്ള ചോക്ക്, പിന്നെ ഇത് ആൽമണ്ട് മിൽക്കാണ്, അൺസ്വീറ്റൻഡ് വാനില ഫ്ലേവറിൽ, അത്ര നല്ലതായിരുന്നില്ല കേട്ടോ അത്. ഡിഷ് വാഷ് ലിക്വിഡ്, പിന്നെ കുറച്ച് ഗുഡ് ലൈഫിൻ്റെ പാല്, മോഡേണിൻ്റെ ഒരു കേക്ക്, അത് നല്ല കേക്കായിരുന്നു കേട്ടോ, ചോക്ലേറ്റ് കേക്ക്. പിന്നെ ഇതാ ഈ ഒരു ബാസ്ക്കറ്റ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ബാസ്ക്കറ്റ് നമുക്കിങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നാൽ പെട്ടെന്ന് നമുക്ക് സാധനങ്ങൾ എങ്ങോട്ടെങ്കിലും മാറ്റണമെങ്കിൽ ഇങ്ങനൊരു ബക്കറ്റ് പോലെ ഒരു ബാസ്ക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്തോട്ട് എടുത്ത് വയ്ക്കാം, എന്നിട്ട് സൗകര്യം പോലെ എടുത്ത് വെച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇത് ഒത്തിരി യൂസ്ഫുള്ളായിട്ട് തോന്നി. ഞാൻ പിന്നീടാണെങ്കിലും അത് നന്നായി യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്നും ഒരു ചെറിയ വ്ളോഗായിരുന്നു. ചെറിയ കുറച്ച് കാര്യങ്ങളും വിശേഷങ്ങളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം. അതുവരേക്കും ബൈ.